dear students, welcome back to EduPers. കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് കുറേ നാളത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഈ വീഡിയോ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ വീഡിയോ ആണ്. പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന എസ്സേ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. വിശദമായിട്ട് ക്ലാസ് ഇല്ല, ചോദ്യങ്ങൾ. വീഡിയോയിൽ പറയുന്ന ഈ ചോദ്യങ്ങൾ നിങ്ങൾ എസ്സേക്ക് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ എസ്സേ എഴുതേണ്ട രീതിയും കൂടി ഇവിടെ പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എസ്സേ ചോദ്യങ്ങളെന്ന് നോക്കാം. എസ്സേ എത്ര മാർക്കിനാണെന്ന് എല്ലാവർക്കും അറിയാലോ. 8 മാർക്കിനാണ് എസ്സേ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പം അതിൽ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളാണ്. എന്താണ് മൗലിക അവകാശങ്ങൾ? പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്. വാട്ട് ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്. ഈ ഒരു ചോദ്യം ഒഴിവാക്കരുത് ഷുവറായിട്ടും. ഈ പറയുന്ന ഞാൻ 5 ചോദ്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് എസ്സേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഈ പറയുന്നതിൽ ഈ മൗലിക അവകാശങ്ങൾ ഒരു 80% വരാൻ സാധ്യതയുള്ള, 90% വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അത് വിട്ട് കളയാതെ അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയാലോ മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ദെൻ പിന്നീട് രണ്ടാമത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം. ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം, ആ ഒരു എസ്സേ. മറ്റൊന്ന് 73-ാം ഭരണഘടന ഭേദഗതിയുടെ ഭാഗമായിട്ടുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട്, വിശദമായ വീഡിയോ. വേണ്ടവർക്ക് പോയി നോക്കാവുന്നതാണ്. അപ്പം 73-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, 3 ടയർ സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറായിട്ട് പഠിക്കുക. ഓക്കെ, ദേശീയതയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് പാർട്ടിൽ നിന്ന്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ട 2 എസ്സേ ക്വസ്റ്റ്യൻസ്. ഈ എസ്സേ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് വല്ല ഷോർട്ട് ആൻസർ ചോദിച്ചാൽ അതിനും ഉപകാരപ്രദമാകും. ഓക്കെ, അപ്പോൾ മൗലികാവകാശം 73-ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടുണ്ടായ മാറ്റങ്ങളുമാണ് ഫസ്റ്റ് പാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കേട്ടോ. അതെന്തായാലും പഠിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ദേശീയതയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകൾ എന്തെല്ലാം? ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകൾ. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ? അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് ചെറിയ ചെറിയ പോയിൻ്റായിട്ടൊക്കെ ആയിരിക്കും തന്നിരിക്കുക. അങ്ങനെ മാത്രം അങ്ങോട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ, ഇനി ഏത് എസ്സേ ആണെങ്കിലും അത് എഴുതുമ്പോൾ ആദ്യം അതിനെക്കുറിച്ചൊരു പാരഗ്രാഫ്, ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. അതിനുശേഷം ബോഡി, എന്താണോ ടോപ്പിക്ക് അത് വിശദീകരിക്കുക. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷനോ മൗലികാവകാശമോ എന്തോ ആയിക്കോട്ടെ, ആദ്യത്തെ പോയിൻ്റ് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ, ഒരു പാരഗ്രാഫ് കൊടുക്കുക. രണ്ടാമത്തത് എഴുതുക, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ എഴുതണം എസ്സേ എഴുതുമ്പോൾ. ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കൺക്ലൂഷൻ കൊടുക്കണം, ഒരു ഉപസംഹാരം കൊടുക്കണം. ഈ രീതിയിൽ വൃത്തിയായിട്ട് എസ്സേ എഴുതി ഞങ്ങൾക്ക് നല്ല മാർക്ക്, ഒരുവിധം കംപ്ലീറ്റ് മാർക്കും ലഭിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ മൗലിക അവകാശമാണെന്ന് വിചാരിക്കുക. മൗലിക അവകാശമാണ് എഴുതുന്നതെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ എഴുതിയിട്ട് ഓരോ മൗലികാവകാശവും എഴുതി അണ്ടർലൈൻ ചെയ്ത് അതിൻ്റെ ബ്രാക്കറ്റിൽ ആർട്ടിക്കിൾ എഴുതി ഓരോ ആർട്ടിക്കിളിലും പറയുന്നത് എന്താണെന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വിശദമായിട്ട് എഴുതി ലാസ്റ്റ് ഒരു കൺക്ലൂഷനും കൂടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന എസ്സേക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചിലതൊക്കെ മൗലികാവകാശങ്ങളായാലും ചിലതൊക്കെ നമ്മുടെ ചാനലിനകത്ത് ഉണ്ടാവാം. നിങ്ങൾക്ക് നോക്കിയാൽ പറ്റാവുന്നത് കേൾക്കാം. മറ്റ് ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാമിന് ഇനി അധിക ദിവസമില്ല. എസ്സേ വിട്ട് കളയാതെ പഠിക്കുക. 8 മാർക്ക് കളയരുത്. എസ്സേക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 10-12 മാർക്ക് അതിനകത്ത് നിന്ന് വേറെ വല്ല ഒബ്ജക്റ്റീവോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.